Let's dive into the fascinating world of physics with Dr. Sina G. Good morning all. Welcome to lectures by Dr. S.G. In today's class, we are going to discuss about electric flux. So, electric flux തന്നെയാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് ഞാൻ ഇവിടെ ഹെഡിങ്ങിൽ എഴുതിയിട്ടുള്ളത് കേട്ടോ. സോ ഇലക്ട്രിക് ഫ്ലക്സ് ഫീൽഡ് ലൈൻസ് എന്ന കൺസെപ്റ്റ് ആദ്യമായി കൊണ്ടുവന്നത് മൈക്കൽ ഫാരഡേ എന്ന് പറഞ്ഞ ഒരു സയന്റിസ്റ്റ് ആണ്. അതായത് അദ്ദേഹം ഇതൊരു പോസിറ്റീവ് ചാർജ് ആയിരിക്കും. ലെറ്റ് ദീസ് ബി എ പോസിറ്റീവ് ചാർജ്. ഈ പോസിറ്റീവ് സോഴ്സ് ചാർജിന്റെ അടുക്കെ അദ്ദേഹം ഒരു ടെസ്റ്റ് ചാർജ് കൊണ്ടുവന്ന് വെച്ചു. സോഴ്സ് ചാർജും ടെസ്റ്റ് ചാർജും ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞാണേ. സോ ഇത് നമ്മൾ ആരും ഇങ്ങനെ പിടിച്ചെടുത്ത് വെച്ചിട്ടൊന്നുമില്ല. സോ ഇവിടെ കൊണ്ട് വെക്കുന്നുണ്ടെങ്കിൽ ഇത് എന്ത് ചെയ്യും? ഫ്രീ ആയിട്ട് ഇച്ചിരി അങ്ങോട്ട് മൂവ് ചെയ്യും, ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യും. ഓക്കെ, പിന്നെ കുറെ കഴിഞ്ഞിട്ട് ഈ ഡയറക്ഷൻ എത്തും, ഇവിടെ എത്തും, കുറച്ചായിട്ട് ഈ പൊസിഷൻ എത്തും. അങ്ങനെ എന്റെ പൊസിഷൻ ഇഫ് ഇറ്റ് ഇസ് ഫ്രീ ഇറ്റ് ഇസ് ടേക്സ് എ പാത്ത് ലൈക്ക് ദിസ്. ഇനി അതിനെ ഇവിടെ വെച്ചപ്പോ നോക്കിയപ്പോ അതെടുത്ത പാത്ത് ദേ ഇങ്ങനൊരു പാത്തായിരുന്നു എടുത്തത്. ഓക്കെ, അതായത് ഈ ചാർജസിന്റെ ഇന്ററാക്ഷൻ മൂലം നമ്മുടെ ഈ ടെസ്റ്റ് ചാർജ് ഇറ്റ് ടേക്സ് എ പാത്ത്. അപ്പൊ ആ പാത്തിന് പറയുന്ന പേരാണ് ശരിക്കും ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ്. ഈ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലൈക്ക് എ പാത്ത് ലൈക്ക് ദിസ്. ഇങ്ങനെ ഒരു പാത്ത് ആയിരിക്കും. അതൊരു കണ്ടിന്യൂസ് പാത്ത് ആയിരിക്കും. ഇടയ്ക്ക് ബ്രേക്ക് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതൊരു കണ്ടിന്യൂസ് പാത്ത് ആയിരിക്കും. ഇനി ഏതെങ്കിലും ഒരു പോയിന്റ് ഞാനിപ്പോ കൺസിഡർ ചെയ്യുന്ന പോയിന്റ്, ഞാനിപ്പോ ഈ ഒരു പോയിന്റ് ആണ് കൺസിഡർ ചെയ്യുന്നെങ്കിൽ, ഞാൻ ഇവിടെ ഒരു ടാൻജന്റ് വരയ്ക്കുകയാണെങ്കിൽ, പി എന്ന് പറയുന്ന പോയിന്റിൽ ഒരു ടാൻജന്റ് വരയ്ക്കുകയാണെങ്കിൽ, at that tangent gives the direction of electric field at that point. ഞാൻ ഈ ഒരു പോയിന്റ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, ഞാൻ ഇവിടെ വരയ്ക്കുന്ന ഈ ടാൻജന്റ്, ഡയറക്ഷൻ ഓഫ് ദ ടാൻജന്റ് ഗീവ്സ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ്. ഇനിയിപ്പോ ഇവിടെ ഒരു പോയിന്റ് ആണ് ഞാൻ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, ഈ ക്യൂ എന്ന് പറഞ്ഞ പോയിന്റ് ആണ് ഞാൻ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, ഇതിന്റെ ടാൻജന്റ് ആണ് ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു കേർഡ് പാത്തിനാണ് അല്ലെങ്കിൽ ഈ ഒരു കണ്ടിന്യൂസ് ലൈനിലാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് കുറച്ച് മിസ്ലീഡിങ് ആയിട്ടുള്ള ഒരു ടേം ആയതുകൊണ്ട് തന്നെ നമ്മുടെ NCERT ടെക്സ്റ്റിലെല്ലാം ഇതിനെ യൂസ് ചെയ്തിരിക്കുന്ന വാക്ക് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്നാണ്. സോ ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നമുക്ക് നോക്കാം, അതിന്റെ ഡെഫിനിഷൻ എന്താന്ന് നോക്കാം. ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെ, an electric lines of force is defined as the curve along which a small positive charge would tend to move when it is free to do so in an electric field. Free ആയിരിക്കണം. And the tangent at the point gives the direction of electric field at that point. Okay, ഇതാണ് ഇതിന്റെ ഡെഫിനിഷൻ. ഞാൻ ഓൾറെഡി പറഞ്ഞതായതുകൊണ്ട് ഞാൻ വേഗം സ്കിപ്പ് ചെയ്ത് പോവാണ് കേട്ടോ. ഇനിയിപ്പൊ ഞാൻ നേരത്തെ നമ്മുടെ പോസിറ്റീവ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് കാണിക്കുന്ന ഡയറക്ഷൻ ഒക്കെ വരച്ചായിരുന്നു. സത്യത്തിൽ അതൊരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ആയിരുന്നു. ഓക്കെ, അപ്പൊ ആ ഒരു പോസിറ്റീവ് ചാർജിന് ദ ഫീൽഡ് ലൈൻ ദിസ് ഗോയിങ് ഔട്ട്വേർഡ് ഡയറക്ഷനിലാണ് ഈ ഫീൽഡ് ലൈൻസ് പോകുന്നത്. എത്ര ലൈൻസ് വേണേലും എനിക്ക് വരയ്ക്കാം കേട്ടോ. ഇതിനിടയ്ക്ക് വേണേലും എനിക്ക് ലൈൻസ് വരയ്ക്കാം. ഇൻഫിനിറ്റ് ലൈൻസ് ഐ ക്യാൻ ഡ്രോ. ഞാനിപ്പോ ഇവിടെ കുറച്ച് ലൈൻസ് മാത്രമേ വരച്ചിട്ടുള്ളൂ. അപ്പൊ പോസിറ്റീവ് ചാർജിന് ഈ ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റേഡിയേറ്റിംഗ് ഔട്ട്വേർഡ് ഡയറക്ഷൻ ആയിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ ഞാൻ ഇവിടെ ഒരു ഏരിയ കൺസിഡർ ചെയ്തെന്ന് വെച്ചു. ഞാൻ ഇവിടെ ഒരു ഏരിയ കൺസിഡർ ചെയ്തെങ്കിൽ, ഈ ഏരിയക്കകത്തൂടെ പാസ് ചെയ്തു പോകുന്ന ലൈൻസ് എത്രണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട് അല്ലെ? ഇതേ സെയിം ഏരിയ ഞാൻ കുറച്ച് നീക്കി ഇങ്ങോട്ട് കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ, ഇതിനകത്തൂടെ പാസ് ചെയ്യുന്ന ഫീൽഡ് ലൈൻസ് എത്രണ്ണം ഉണ്ട്? 1 ഉള്ളൂ. അതായത് ചാർജിന്റെ അടുക്ക വരുമ്പം ഈ ഫീൽഡ് ലൈൻസ് കുറച്ച് ക്രൗഡഡ് ആയിരിക്കും, അടുത്തടുത്തിരിക്കും. അപ്പൊ ഇതിന്റെ ഈ ക്രൗഡ്നെസ് വെച്ചിട്ട് നമുക്ക് ഇതിന്റെ സ്ട്രെങ്ത് ഇഫ് ഇറ്റ് ഇസ് ഹയർ ഓർ ലെസർ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി ഇതൊരു പോസിറ്റീവ് ചാർജിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞെങ്കിൽ, വാട്ട് അബൌട്ട് എ നെഗറ്റീവ് ചാർജ്? ഒരു നെഗറ്റീവ് ചാർജിന്റെ കേസ് ഞാൻ വരയ്ക്കുകയാണെങ്കിൽ, ഈ ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് ടുവേഴ്സ് ദ ചാർജ് ആയിരിക്കും. ചാർജിന്റെ അടുത്തോട്ടായിരിക്കും ഇരിക്കുന്നത്. ഇങ്ങോട്ടായിരിക്കും വരിക. ഓക്കെ, ഇനി ഇവിടുന്ന് വേണേലും എനിക്ക് വരയ്ക്കാം, ഇങ്ങനെ വേണേലും വരയ്ക്കാം. ദിസ് ഇസ് ദ കേസ് ഓഫ് എ പോസിറ്റീവ് ചാർജ്. ഈ ലൈൻസ് ആണ്, ഈ ഫീൽഡ് ലൈൻസിനൊക്കെ പ്രത്യേകത ഉണ്ടോ? ഇതിൽ ഒരു ലൈൻ പോലും ഇന്റർസെക്ട് ചെയ്യുന്നില്ല.
ക്രോസ് ചെയ്യുന്നില്ല. സോ ഫീൽഡ് ലൈൻസ് നെവർ ക്രോസ് ഈച്ച് അതർ. ക്രോസ് ചെയ്യില്ല. ക്രോസ് ചെയ്യാന്ന് പറഞ്ഞാൽ അർത്ഥം ആ പോയിന്റിൽ അതിന് രണ്ട് ഡയറക്ഷൻ കയറി വരും ഇലക്ട്രിക് ഫീൽഡിന്റെ. ഇലക്ട്രിക് ഫീൽഡിൽ അറ്റ് എ ടൈം രണ്ട് ഡയറക്ഷൻ അറ്റ് എ പോയിന്റിൽ പോസിബിൾ അല്ല, ഒരു ഡയറക്ഷനേ പറ്റത്തുള്ളൂ. നമുക്ക് അറ്റ് എ ടൈം നമുക്ക് ഇപ്പോൾ ഉള്ളത് ഈ ഒരു ക്യാരക്ടറാണ്. സോ അറ്റ് എ ടൈം ഉള്ള ക്യാരക്ടർ ഇതാണ് ഇതിന്റെ. അപ്പൊ ഒരു ഡയറക്ഷനെ പറ്റത്തുള്ളൂ. ഫീൽഡ് ലൈൻസ് ഒരിക്കലും ക്രോസ് ചെയ്യില്ല. പിന്നെ ഞാൻ ഇനി ഒരു പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് അടുത്ത് വെക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നത് അറിയോ? ഈ പോസിറ്റീവ് ചാർജ് ഇത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത്, പോസിറ്റീവ് ചാർജ് അല്ല, ഈ ഫീൽഡ് ലൈൻസ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ വന്ന് എൻഡ് ചെയ്യും. കണ്ട? അതേപോലെ ഈ സാധനം ഇങ്ങനെ വന്ന് ഇതിങ്ങനെ വളഞ്ഞ് ഇങ്ങോട്ട് വരും. ഇതാ കണ്ട? അതുപോലെ ഇതും ഇതും ഇങ്ങനെ വളഞ്ഞ് ഇങ്ങോട്ട് വരും. കണ്ട? നല്ല രസമില്ലേ കാണാൻ? ഓക്കെ, ഈ ഒരു പാറ്റേണേ നിങ്ങൾ ഒരിടത്ത് കണ്ടിട്ടുണ്ട്. എവിടെയാന്ന് ഞാൻ പറയട്ടെ. നമ്മളെ ഈ ഫീൽഡ് ലൈൻസ് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പം മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പറയുന്നതാണ്. അതായത് നമ്മൾ ചെറുപ്പകാലങ്ങളിൽ മാഗ്നറ്റ് കിട്ടുമ്പോൾ നമ്മൾ ഈ മാഗ്നറ്റും പിടിച്ചിട്ട് ഒരു പേപ്പറിലൊക്കെ പൊതിഞ്ഞിട്ട് മുറ്റത്തിറങ്ങിയിട്ട് അവിടെ ഇരുന്നിട്ട് കാന്തപ്പൊടി എന്ന് പറഞ്ഞിട്ട് ഒരു കറുത്ത സാധനത്തെ നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്തെടുക്കും. അയൺ ഫില്ലിങ്സ് ആണ് കേട്ടോ. എന്നിട്ട് ആ പൊടിയെല്ലാം കൊണ്ടുവന്നൊരു പേപ്പറിലോട്ട് കൊണ്ടുവന്നിട്ടിട്ട് അതിന്റെ താഴെ ഈ മാഗ്നറ്റ് പിടിക്കുമ്പം ഇതൊരു പർട്ടിക്കുലർ പാറ്റേണിൽ നല്ല രസം, നമുക്ക് ഭയങ്കര രസം. ഇത് നമ്മൾ മാഗ്നറ്റ് അങ്ങോട്ട് നിൽക്കുമ്പോൾ അത് അങ്ങോട്ട് ഓടും, ഇങ്ങോട്ട് നിൽക്കുമ്പോൾ ഇങ്ങോട്ട് ഓടും, പല ഡയറക്ഷനിൽ ഓടുന്നതായിട്ട് കാണാൻ പറ്റും. സോ അതാണ് ശരിക്കും എന്ത്, ഈ ഫീൽഡ് ലൈൻസ്. അത് മാഗ്നറ്റിന്റെ കേസിലാകുമ്പം മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്, ഇത് ചാർജിന്റെ കേസിലാകുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഓക്കെ അല്ലേ? സോ ഈ ഫീൽഡ് ലൈൻസ് എന്താ ചെയ്തത്? പോസിറ്റീവ് സ്റ്റാർട്ട് ചെയ്ത് നെഗറ്റീവില് എൻഡ് ചെയ്തു. നെഗറ്റീവിൽ നിന്ന് ഒരിക്കലും ഇത് തിരിച്ച് പോസിറ്റീവിലേക്ക് വരില്ല. സോ ദേ ഡു നോട്ട് ഫോം ക്ലോസ്ഡ് ലൂപ്സ്. അതൊരു ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടിയാണ് കേട്ടോ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ. അപ്പൊ നമുക്ക് ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് മുന്നേ ഇതൊന്ന് ജസ്റ്റ് ഈ ഫിഗർ നോക്കാം, എന്നിട്ട് നോക്കാം. പോസിറ്റീവ് ചാർജിന് the field lines are going radially outward. For negative charge, the field lines are coming towards the charge radially inward. And when the positive and the negative charge come close together, അങ്ങനെ വരികയാണെങ്കിൽ നമ്മളൊരു ഡൈപോൾ ഫോർമേഷൻ ആണ്. അങ്ങനെയാകുമ്പോൾ they starts from the positive charge and ends in the negative charge. And when two similar charges are kept near, what will be the result? കണ്ടോ? ഈ ഫീൽഡ് ലൈൻസ് ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് മാറിപ്പോകും, റിപ്പൽ ചെയ്ത് പോകും. കണ്ടോ? അപ്പൊ നമ്മൾ ഈ രണ്ട് ചാർജ് നടുക്കൊരു പൊസിഷൻ എടുക്കാമെങ്കിൽ അവിടെ ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. ആൻഡ് ദാറ്റ് പോയിന്റ് ഈസ് കോൾഡ് ദ ന്യൂട്രൽ പോയിന്റ്. കാരണം എത്ര നമ്പർ ഓഫ് ലൈൻസ് നമ്മൾ വരച്ചാലും അത് ഇങ്ങനെ അങ്ങ് മാറിപ്പോകും, ഒരിക്കലും ഇത് ഇങ്ങോട്ട് വരില്ല. സോ വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ്? First one, they are continuous smooth curves without any breaks. Second, starts from a positive charge and ends in a negative charge. That is, they do not form closed loop. And third, never cross each other. Fourth, they are imaginary lines. അവിടെ ഈ ലൈൻ ഒന്നും ആരും വരച്ചു വെച്ചിട്ടില്ല, ഇമാജിനറി ലൈൻസ് ആണത്. ഓക്കെ, സോ ദീസ് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഫീൽഡ് ലൈൻസ്. ഇനി ഫീൽഡ് ലൈൻസിന്റെ അടുത്ത ഒരു വേർഷനാണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയും. അപ്പൊ ആ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏരിയ എന്ന് പറയുന്നത് ഈസ് എ സ്കെയിലാർ ഓർ സ്കെയിലാർ ആണോ വെക്ടർ ആണോ? ഇത് ഒരു വലിയ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ പെട്ടെന്ന് കയറി ഞാൻ ക്ലാസ്സിലൊക്കെ ചെല്ലുമ്പോൾ കുട്ടികളോട് ചോദിക്കുമ്പം ഏരിയ സ്കെയിലാർ ആണോ വെക്ടർ ആണോ എന്ന് ചോദിക്കാം, പെട്ടെന്ന് അവർ കയറി പറയും സ്കെയിലാർ ആണെന്ന് പറയും. പക്ഷേ ഇൻ ദ കേസ് ഓഫ് എ ഫിസിസ്റ്റ് ഏരിയ ഇസ് എ വെക്ടർ ആണ്. അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പം ഈ ഒരു ബുക്ക് എടുക്കാം. ഈ ഒരു ബുക്കിൽ ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഈ ഒരു സർഫസ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇതിന്റെ ഏരിയ എത്ര വരും? ദിസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എടുക്കും അല്ലേ? ഇനി ഞാൻ കൺസിഡർ ചെയ്യുന്ന ഏരിയ ഇതാണെങ്കിലോ, അപ്പൊ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എടുക്കും, കാര്യം മാറിയില്ലേ? ഓക്കെ, സോ ഈ ഏരിയ എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പ്ലെയിൻ അനുസരിച്ച് മാറും. അപ്പൊ ഇതൊരു പ്ലെയിൻ ആണ് കണ്ട, ഈ ഒരു പ്ലെയിൻ. അപ്പൊ ഈ പ്ലെയിൻ ഏരിയ എന്ന് പറഞ്ഞ വെക്ടർ ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് തോന്നും മിസ് ഇതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കുന്നത്.
സോ ഈ ഏരിയയുടെ ഡയറക്ഷൻ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഇറ്റ് ഈസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ വെക്ടർ. ഞാനിപ്പോ ഈ പേന വെച്ചിട്ടുണ്ട്, ഈ വെക്ടർ വെക്കും. ഈ വെക്ടറിന്റെ പോയിന്റിംഗ് എൻഡ് ഓർ ആരോ ഹെഡ് ഇസ് away from the surface നിന്ന് ദൂരേക്കായിരിക്കും. ആൻഡ് ദിസ് വെക്ടർ ഈസ് നോർമൽ വിത്ത് ദ റെസ്പെക്റ്റീവ് സർഫസ്. അതായത് ഈ വെക്ടറും ഈ സർഫസും തമ്മിലുള്ള ആംഗിള് 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഞാൻ ഈ ഒരു സർഫസ് കൺസിഡർ ചെയ്യുന്ന വെക്ടർ ഇങ്ങനെ വരും, ഈ സൈഡ് ആണെങ്കിൽ വെക്ടർ ഇങ്ങനെ വരും. മനസ്സിലായോ? അപ്പൊ ഞാൻ വെറുതെ ഒരു വെക്ടർ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഈ ബോർഡിന്റെ പ്ലെയിൻ ആണ്. സോ ഫോർ എ ഫിസിസ്റ്റ് ഏരിയ എന്തായിട്ടാ വരിക? ഒരു വെക്ടർ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയാൽ മാത്രമേ നമുക്ക് ഇലക്ട്രിക് ഫ്ലക്സ് എന്താന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. സോ ഏരിയ വെക്ടർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഇലക്ട്രിക് ഫ്ലക്സ് എന്താന്ന് നോക്കാം. സോ ഇലക്ട്രിക് ഫ്ലക്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആക്ച്വലി ദിസ് ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് എ മെഷർ ഓഫ് ദി സ്ട്രെങ്ത് ഓഫ് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമലി ടു ദാറ്റ് ഏരിയ. അപ്പൊ ഇവിടെ ഞാനിപ്പോ ഒരു സർഫസ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. നേരത്തെ പോലെ ബുക്ക് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഫീൽഡ് ലൈൻസ് ഇതിനകത്തൂടെ പാസ് ചെയ്ത് ഇപ്പുറത്തെ മാക്സിമം ഫീൽഡ് ലൈൻസ് ഈ സർഫസിന്റെ ഇപ്പുറത്ത് വന്നിട്ടുണ്ട്. ഇവിടെ വന്നപ്പോഴത്തേക്ക് കണ്ടോ, ഞാൻ സർഫസ് കുറച്ച് ചരിച്ചപ്പോഴത്തേക്കും എല്ലാ ഫീൽഡ് ലൈൻസും ഇപ്പുറത്തെ സൈഡിൽ വന്നിട്ടില്ല, അതിനകത്തൂടെ പാസ് ചെയ്ത് പോയിട്ടില്ല. ഇനി ശരിക്കും ഞാൻ ആ സർഫസ് വളരെ തിന്നാന്ന് വെച്ചോ, അപ്പൊ ശരിക്കും ഞാൻ ഇതിങ്ങനെ നേരെ ഇങ്ങനെ ഇരുന്ന ഈ ഒരു സർഫസ് ഇങ്ങനെ അങ്ങ് നേരെ അങ്ങ് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തൂടെ ഒരു ഫീൽഡ് ലൈൻസും പാസ് ചെയ്ത് വരത്തില്ല. അപ്പൊ ആ ഒരു കൺസെപ്റ്റിന് നമുക്ക് ഏരിയ വെക്ടർ ആണെന്നുള്ള കാര്യം വേണം. അപ്പൊ ഈ കേസിൽ ഈ ഒരു ഏരിയ എടുക്കുമ്പോൾ ഇതിന്റെ വെക്ടർ ഇത് എങ്ങനെയാ വരിക? ഓക്കെ, ഫീൽഡ് ലൈൻസും എക്സ് ഡയറക്ഷനിലാണ്, ഏരിയ വെക്ടറും എക്സ് ഡയറക്ഷനിലാണ്. സോ നമ്മൾ വെക്ടറിനെ എപ്പോഴും റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എസ് എൻ എന്ന് പറഞ്ഞ് കാണിക്കും ഫോർ റെപ്രസെന്റിങ് ദാറ്റ് വെക്ടർ. അപ്പൊ ഫ്ലക്സ് ഫൈനെ നമുക്ക് എങ്ങനെ എഴുതാം? ഫൈ ഇസ് ഈക്വൽ ടു ഇ ഡോട്ട് ഡെൽറ്റ എസ്. ഇത് രണ്ടും വെക്ടേഴ്സ് ആണ്. എന്തുകൊണ്ടാണ് ഡോട്ട് കൊടുത്തത്? നമ്മൾ +1 ഉം +2 ഡോട്ട് പ്രോഡക്റ്റും ക്രോസ് പ്രോഡക്റ്റും പഠിച്ചിട്ടുണ്ട്. അത് എന്താന്നുള്ളത് എൻ്റെ ഒരു ക്ലാസ് എടുത്ത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഇപ്പൊ ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ചെയ്യുന്നില്ല. ഫൈ ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് ഡെൽറ്റ എസ്. ഓക്കെ, ഇതല്ലേ കാര്യം. അപ്പൊ ഫസ്റ്റ് കേസിൽ എന്റെ സർഫസ് ഇങ്ങനെയായിരുന്നു, ഫീൽഡ് ലൈൻസ് ഇങ്ങനെ എക്സ് ഡയറക്ഷൻ, എന്റെ ഏരിയ വെക്ടർ ഏത് ഡയറക്ഷനിലായിരുന്നു? എക്സ് ഡയറക്ഷനിലായിരുന്നു. സോ ഇത് രണ്ടും ഒരേ ഡയറക്ഷനിലാണെങ്കിൽ ഈ രണ്ടും തമ്മിലുള്ള ആംഗിൾ എത്രയാ വരിക? 0 വരും. തീറ്റ ഇസ് ഈക്വൽ ടു 0 വരും. ഇ ഡോട്ട് ഡി എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ ഡോട്ട് ഡെൽറ്റ എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡെൽറ്റ എസ് കോസ് തീറ്റയാണ്. സോ ഈ ഫസ്റ്റ് കേസിൽ തീറ്റ എന്ന് പറയുന്നത് 0 ആണ്, കോസ് തീറ്റ എന്ന് പറയുന്നത് കോസ് ഓഫ് 0 വരും. കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ ഫൈ ഇസ് ഈക്വൽ ടു ഇ ഡെൽറ്റ എസ് എന്ന് പറയും. അതായത് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ എങ്ങനെ ദാ ഇതേപോലത്തെ പൊസിഷനിലാണെങ്കിൽ മാക്സിമം ഫീൽഡ് ലൈൻസ് പാസ് ചെയ്ത് നമുക്ക് കിട്ടും. ഓക്കെ, അതേസമയം നമ്മൾ കൺസിഡർ ചെയ്യുന്ന സർഫസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ തീറ്റ എന്ന് പറയുന്നത് എന്ത് വരും? 90 ഡിഗ്രി വരും. സോ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു കോസ് ഓഫ് 90 ഇസ് ഈക്വൽ ടു എന്ത് വരും? 0 വരും. സോ നമ്മുടെ ഫൈ എന്ന് പറയുന്നത് ഈ ഡെൽറ്റ എസ് എന്ന് പറയുന്നത് എന്ത് വരും? 0 വരും. ഓക്കെ, ഇതാണ് ഈ രണ്ട് കേസുകൾ. അപ്പൊ ഇവിടെ നമുക്ക് ഏരിയ വെക്ടർ ആവണ്ടേ, എങ്കിൽ മാത്രല്ലേ നമുക്ക് ഈ കൺസെപ്റ്റ് ക്ലിയർ ആവത്തുള്ളൂ. അപ്പൊ ഇവിടെ ഏരിയ ഇങ്ങനെ ആയിരിക്കുമ്പോൾ, അതായത് എക്സ് ഡയറക്ഷൻ ഒരേ ഡയറക്ഷൻ ആകുമ്പോൾ മാക്സിമം ഫ്ലക്സ്. അപ്പൊ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തെടുക്കണം? ഡോട്ട് പ്രോഡക്റ്റ് എടുത്തേ പറ്റത്തുള്ളൂ. സോ ദേ ടുക്ക് ഫൈ ഇസ് ഈക്വൽ ടു ഇ ഡോട്ട് ഡെൽറ്റ എസ്. സോ ഇ ഡോട്ട് ഡെൽറ്റ എസ് എന്ന് പറയുന്നത് ചെറിയൊരു ഏരിയ, ഒറ്റ സിംഗിൾ ഏരിയ എടുത്തപ്പോ ഞാൻ ഈ ഫൈ ഇസ് ഈക്വൽ ടു ഇ ഡോട്ട് ഡെൽറ്റ എസ് എന്ന് എഴുതി. ഇഫ് ദ നമ്പർ ഓഫ് ഏരിയ കൺസിഡറിങ് ഈസ് ഇൻഫിനിറ്റി ആൻഡ് ഡെൽറ്റ എസ് ഇസ് വെരി 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 സ്മോൾ, അങ്ങനെ വരികയാണെങ്കിൽ കുറെ ഏരിയയും ഡെൽറ്റ എസ് വളരെ ചെറുതാവുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഫൈയിലെ ഇന്റഗ്രൽ ഫോമിൽ എഴുതാൻ പറ്റും ഇ ഡോട്ട് ഡി എസ് എന്ന് എഴുതാൻ പറ്റും. ഡെൽറ്റ എസ് വളരെ ചെറുതാകുമ്പോഴാണ് ഡി എസ് എന്ന് എഴുതുക. ഒരു ക്ലോസ്ഡ് സർഫസിൽ ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് എന്ന് എഴുതാൻ
പറ്റും. സോ ഇതാണ് നമ്മുടെ രണ്ട് ഫ്ലക്സിന്റെ ഇക്വേഷൻസ്. എന്നിട്ട് നമ്മൾ ഫ്ലക്സിന്റെ യൂണിറ്റ് എടുക്കുകയാണെങ്കിൽ യൂണിറ്റ് എടുക്കുമ്പോൾ എന്തുവരും ഇ ഡോട്ട് ഡി എസ് അല്ലേ. ഇലക്ട്രിക് ഫീൽഡ് യൂണിറ്റ് എന്തായിരുന്നു? ന്യൂട്ടൺ കുളോം റൈസ് ടു -1. മറ്റേത് എന്താ? ഏരിയ ആണ്. ഏരിയയുടെ നമുക്കറിയാം മീറ്റർ സ്ക്വയർ. അപ്പൊ നമുക്ക് ഒന്നുകൂടെ മോഡിഫൈ ചെയ്ത് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കൂളം റൈസ് ടു -1 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇതാണ് ഇതിന്റെ യൂണിറ്റ്. So with this lecture we learn about the discovery of field lines by Michael Faraday and what are electric field lines, then what are their properties, and then we studied about electric flux. Phi is equal to E dot delta S. Then finally we arrived at the unit of electric flux. Hope you all understood my lecture. For more updates, keep an eye on my channel, Lectures by Dr. SG. Thank you.